സംഗീതോപകരണങ്ങൾക്ക് ഖുർആനിലോ ഹദീസിലോ നിരോധനം വന്നിട്ടുണ്ടോ, വിലക്ക് വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എനിക്ക് പ്രിയപ്പെട്ട സംഗീതോപകരണങ്ങളെ കുറിച്ചാണ് ചോദ്യം. മുമ്പ് മോതിരക്കല്ലിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്താണ് ഇത്, എന്തൊക്കെയാണുള്ളത്, എന്തിനാണ് ഇവകൾ ഉപയോഗിക്കുന്നത് എന്നറിയുമ്പോഴാണല്ലോ അതിന്റെ ഇസ്ലാമിക വശം നമുക്ക് മനസ്സിലാവുന്നത്. ഗായകന്മാരുടെ ആലാപനത്തോടൊപ്പം പ്രത്യേക തരം ഉപകരണങ്ങളുടെ നാദം കൂടി ചേർത്താണ് സംഗീതം അവതരിപ്പിക്കാറുള്ളത്. ഉപകരണങ്ങളിൽ നിന്നുള്ള നാദത്തിന്റെ അകമ്പടി രാഗാലാപനത്തിനു കൂടുതൽ ഗാംഭീര്യവും മാധുര്യവും നൽകുകയും അതിന്റെ താളഘടനയെ സുവ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതിനായി നിർമ്മിക്കപ്പെടുന്ന ഉപകരണങ്ങളെ വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നു. അഖില വിജ്ഞാനകോശം 4-ാം വാല്യം 490 നോക്കിയാൽ വാദ്യോപകരണം അല്ലെങ്കിൽ സംഗീതോപകരണങ്ങളുടെ നിർവചനം കാണാം. സംഗീതം ഭാരതീയമോ പാശ്ചാത്യമോ ആയിക്കൊള്ളട്ടെ, അതിനു കൊഴുപ്പേകാൻ ഉപകരണങ്ങൾ അനിവാര്യമത്രേ. താഴെ പറയുന്ന 18 വാദ്യങ്ങൾ സംഗീതോപകരണങ്ങളിൽ പ്രസിദ്ധമാണ്. ചെണ്ട, മൃദംഗം, മിഴാവ്, മദ്ദളം, പെരുമ്പറ, ഇടയ്ക്ക, കുഴൽ, കടുന്തുണ്ടി, ഇലത്താളം, കുഴിത്താളം, ഉതുക്ക്, തമ്പേര്, വീക്കൻ ചെണ്ട, തിമില, ചങ്കിടിക്കുഴൽ, പല്ലരി, അങ്കും എന്ന് ശബ്ദതാരാവലി പോലത്തെ മലയാള നിഘണ്ടുവിൽ കാണാം. നാഗസ്വരം, വീണത്തമ്പൂര്, വയലിൻ, തകിൽ, ഗദം, ഗഞ്ചിറ എന്നിവയും അറിയപ്പെട്ട സംഗീതോപകരണങ്ങളാണ്. നോക്കൂ, ഇങ്ങനെ ഏകദേശം വെറും 18 സംഗീതോപകരണങ്ങളല്ല ഉള്ളത്. നേരെ മറിച്ച് ഒരുപാട് സംഗീതോപകരണങ്ങളുണ്ട്. ഇതിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായത് ഏതാവുന്നു? ഈ 18, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 18 സംഗീതോപകരണങ്ങളാണ് ഏറ്റവും പ്രസിദ്ധമായത്. അതിൽ ആ 18 നിന്ന് ഏറ്റവും പ്രസിദ്ധമായത് ചെണ്ടയാണെന്നാണ്. 18 വാദ്യങ്ങളും ചെണ്ടക്ക് താഴെ എന്ന് തന്നെ ചൊല്ലുന്നതാണ്. അതൊക്കെ നമ്മൾ ഇതിലേക്ക് പഠിക്കണം. ഓരോ വിഷയങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുകൂടി അറിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ഈ സംഗീതോപകരണങ്ങളിൽ ചില മതവിശ്വാസങ്ങൾക്ക് ചില പങ്കുണ്ടെന്ന. അതായത് ഇതിൽ പലതിനും മതവിശ്വാസമായി പ്രത്യേകമായ ബന്ധമുണ്ട്. പെരുമ്പറ, അത് ഭഗവതി തല പൊലിക്കും, ഭഗവതി പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഉതുക്ക് എന്ന് പറയുന്ന സംഗീതോപകരണം, അത് ശാസ്താം പാട്ടിനും അയ്യപ്പൻ പാട്ടിനുമാണ് അത് ഉപയോഗിക്കുന്നത്. ഏതുപോലെ ഇപ്പൊ ദഫ്, നമ്മൾ ഇസ്ലാമികമായ നല്ല നല്ല മജ്‌ലിസുകളിൽ ഖാത്തീബിന്റെ, മൗലിദിന്റെ, അതുപോലെ തന്നെ നിക്കാഹിന്റെ, അതുപോലെ തന്നെ നബിദിനാഘോഷത്തില്, പെരുന്നാളാഘോഷത്തില്, അതുപോലത്തെ സന്തോഷകരമായ ഇസ്ലാമികമായി പുണ്യമുള്ള സദസ്സുകളിൽ ദഫ് ഉപയോഗിക്കും പോലെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പല സംഗീതോപകരണങ്ങളിലും മതപരമായി മതവിശ്വാസത്തിന് പ്രത്യേകമായ പങ്കുണ്ട് എന്ന് പറയുന്നു.
ഇനി ഇവകൾ ഏതൊക്കെ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് എല്ലാം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് വേണ്ടി പറയാം, ഈ ഇടക്ക എന്ന് പറയുന്ന ഒരു കിടക്കല്ല, ഇടക്ക എന്ന് പറയുന്ന വാദ്യോപകരണം പുലി, ചാമ്പങ്ങ എന്നീ മരങ്ങളും പശു, മൂരി, പോത്ത് എന്നിവയുടെ തോലും കൊണ്ടാണ് ആ ഇടക്ക എന്ന് പറയുന്നതായ വാദ്യോപകരണം, സംഗീതോപകരണം ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ മ്യൂസിക് എന്ന് പറയാറുണ്ട് അല്ലെ? സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മ്യൂസിക്. യഥാർത്ഥത്തിൽ ഇത് ഇംഗ്ലീഷുമല്ല, മലയാളവുമല്ല, ഹിന്ദിയുമല്ല. പിന്നെ ഈ മ്യൂസിക് എന്നുള്ള വാക്ക് എന്താണ്? ഗ്രന്ഥങ്ങൾ, ലോകത്തിന്റെ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നു. അൽ മൂസിഖിയൂന. നമ്മൾ സാധാരണ മ്യൂസിക് എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ മ്യൂസിക് എന്ന് തന്നെ എഴുതിയതല്ലേ? മലയാളത്തിൽ എഴുതുമ്പോൾ അപ്പൊ ഇംഗ്ലീഷിൽ എഴുതാൻ വയ്യല്ലോ. അൽ മൂസിഖിയു ലഫ്ളുൻ യൂനാനിയുൻ യുത്ലഖു അലാ ഫുനൂനിൽ അസ്ദി അലാ ആലാത്തി തറബി എന്നാണ്. അതിനാണ് മൂസിഖി, അതായത് സംഗീതോപകരണങ്ങളുടെ മേലിൽ പറയപ്പെടുന്ന ഒരു യൂനാനി ലഫ്ളാണ് മ്യൂസിക് എന്നുള്ളത്. ഇനി വൽ മൂസിഖിയു അൽ മൻസൂബു ഇലൽ മൂസിഖിയി വൽ മൂസിഖാർ മൻ ഹിർഫത്തുൽ മൂസിഖിയു, അതായത് മ്യൂസിക് ഉപയോഗിച്ച് അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് മൂസിഖാർ എന്ന് പറയുന്ന. ഇനി അതിന്റെ സാങ്കേതികമായ മായനകളൊക്കെയും കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. വൽ മൂസിഖിയു ഫിൽ ഇസ്തിലാഹി ഇൽമുൻ യുറഫു മിൻഹു അഹ്വാലുൻ നഗമി വൽ ഇഖാഅത്തി വ കൈഫിയത്തി തഅലീഫിൽ ലുഹൂനി വ ഈജാദിൽ ആലാത്തി. ഇനി വസ്സിലത്തു അന്നൽ മആസിഫ തുസ്തഅമലു ഫിൽ മൂസിഖി. ഞാൻ ഇത്രയും ഇത് വിശദീകരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ മ്യൂസിക്കിൻ്റെതായ പല മ്യൂസിക്കിന്റെ വകുപ്പിൽപ്പെട്ട പല സംഗീതോപകരണങ്ങളും കാണും. ഇതെല്ലാം ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത എന്തു തന്നെയാണ്? ഒന്നു തന്നെയാണ്. ഇനി എന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഉസ്താദന്മാർ കൂടി വേണ്ടി ഒരു കാര്യം പറയാണ്. 30ഓളം ഐറ്റംസ് മ്യൂസിക്കിന്റെ ഉപകരണങ്ങളുണ്ട്. അതെല്ലാം വളരെ വിശദമായി നമ്മുടെ സാധാരണ അറബി ഡിക്ഷണറിയിൽ അറിയപ്പെടുന്ന മുൻജിദ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി സാധാരണ പള്ളി ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഏകദേശം 872 പേജിന് ശേഷം കാണാം ആലാത്തുൻ മൂസിഖിയാത്തുന്ന് ഒരു പ്രത്യേക ഹെഡിങ് കൊടുത്ത് ഇന്ന് നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും പറയുന്ന ഒരുപാട് ഈ സംഗീതോപകരണങ്ങളുടെ ഫോട്ടോവും അതിന്റെ പേരും എല്ലാം വിശാലമായി ഏകദേശം അതിൽ എണ്ണി നോക്കുമ്പോ 30 അടുത്തുണ്ട്. ഏകദേശം 30ഓളം സംഗീതോപകരണങ്ങളുടെ ആലാത്തും മൂസിഖിയാത്തും എന്ന് പറഞ്ഞ് മുൻജിദ് പോലത്തെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡിക്ഷണറിയിൽ, അറബി ഡിക്ഷണറിയിൽ കാണാം. ഏതായിരുന്നാലും ഞാൻ ഒരു ആമുഖം കുറിച്ചു എന്ന് മാത്രം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതായത് വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ഇതിന് വിലക്കുണ്ടോ എന്നാണ് ചോദ്യം. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിലെ 64-ാമത്തെ ആയത്ത് അതെന്താ? വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക എന്ന് തുടങ്ങുന്ന ആയത്ത്. സൂറത്തുൽ ഇസ്രായിലെ 64-ാമത്തെ ആയത്ത്. വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക. എന്താ? അല്ലാഹു തആല ഇബ്ലീസിനോട് പറഞ്ഞൊരു വാക്കാണ്, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിനോട് പറഞ്ഞൊരു വാക്കാണ്. വസ്തഫ്സിസ്, നീ ഇളക്കി വിടുക, മനിസ്തതഅത മിൻഹും, ആ ആദമിന്റെ സന്തതികളിൽ നിന്ന് നിനക്ക് സാധിക്കുന്നവരെ നീ ഇളക്കി വിടുക, ബിസൗതിക, നിന്റെ ശബ്ദം കൊണ്ട്. സാധാരണക്കാർക്ക് ആയത്തിന്റെ ഇടയിൽ നിന്ന് അർത്ഥം വെക്കുമ്പോ ആശയം മനസ്സിലാവാതെ പോവരുത് എന്നുദ്ദേശിച്ച് ഒന്ന് അല്പം അവിടെ വിശദീകരിക്കുക.
അഥവാ അല്ലാഹു തആല മലായികത്തീങ്ങളോട് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ തുടക്കം 63-ാമത്തെ ആയത്തതാ, വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ ഖാല അഅസ്ജുദു ലിമൻ ഖലഖത തീന എന്ന് തുടങ്ങുകയാണ്. അപ്പോ ആദം നബി അലൈഹി ഇസ്ലാമിനോട് മലായിക്കത്ത് ആദം നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി മലായിക്കത്തീങ്ങളോട് സുജൂദ് ചെയ്യാൻ പറയുകയും എല്ലാവരും സുജൂദ് ചെയ്യുകയും ഇബ്ലീസ് അവന്റെ അഹങ്കാരം കാണിച്ചു. മണ്ണിനാൽ നീ സൃഷ്ടിച്ച ഒരാൾക്ക് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുകയോ എന്നൊക്കെയും പറഞ്ഞിട്ട് അല്ലാഹു തആലാനോട് ഇബ്ലീസ് പറയുകയാണ്, ലഇൻ അഖൽതനി ഇലാ യൗമിൽ ഖിയാമത്തി ലഅഹ്തനികന്ന ദുല്ലിയതഹു ഇല്ലാ ഖലീല. എനിക്ക് നീ ഖിയാമത്ത് നാൾ വരെ ആയുസ് തരികയാണെങ്കിൽ ആ ആദമിന്റെ സന്തതികളിൽ നിന്ന് കുറഞ്ഞ ആളുകൾ ഒഴിച്ച് ഒരുപാട് ഭൂരിപക്ഷം ആളുകളെയും ഞാൻ വഴിപിഴപ്പിക്കും, ഞാൻ അവരെ നരകത്തിന്റെ അവകാശികളാക്കി മാറ്റും എന്ന് ഇബ്ലീസ് അല്ലാഹു തആലാനോട് പറഞ്ഞപ്പോ നല്ല ശ്രദ്ധിക്കണം. അല്ലാഹു തആല പറഞ്ഞു, ഇദ്ഹബ് നീ പോകുക, അനക്ക് ഖിയാമത്ത് നാൾ വരെ നിനക്ക് ആയുസ് തന്നു, നീ ഖിയാമത്ത് നാൾ വരെ മരിക്കില്ല. ഫമൻ തബിഅക മിൻഹും ആദമിന്റെ സന്തതികളിൽ നിന്ന് ആരെങ്കിലും നിന്നോട് പിൻപറ്റിയാൽ ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅം മൗഫൂറാ. നിങ്ങളുടെ എല്ലാവരുടെയും നിന്റെയും ആദമിന്റെ സന്തതികളിൽ നിന്ന് നിന്നോട് പിൻപറ്റുന്നവരുടെയും പ്രതിഫലം അതെന്താകുന്നു? നരകമാകുന്നു. അത് പരിപൂർണമാക്കപ്പെട്ടതായ പ്രതിഫലമാകുന്നു. നരകമാണ് നിനക്കും നിന്നോട് പിൻപറ്റുന്ന ആദമിന്റെ സന്തതികൾക്കും ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, നീ പോകുക, നീ ഇളക്കി വിടുക, മനിസ്തതാഅത മിൻഹും ആദമിന്റെ സന്തതികളിൽ നിന്ന് നിനക്ക് സാധിക്കുന്നവരെ ബിസൗതിക നിന്റെ ശബ്ദം കൊണ്ട്. അവിടെ പണ്ഡിതന്മാരൊക്കെയും വളരെ വ്യക്തമായി പറയുന്നു, ഈ ഇബ്ലീസിന്റെ സൗത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താകുന്നു? അത് മസാമീരിന്റെയും കളിയായുധങ്ങളുടെയും ശബ്ദമാകുന്നു. കാല മുജാഹിദ്, മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ ആയത്തിൽ പറഞ്ഞ ഇബ്ലീസിന്റെ ശബ്ദം കൊണ്ട് ഉദ്ദേശം അൽ ഗിനാഉ വൽ മസാമിറു വൽ ലഹു. വഖാല ലഹ്ഖാഖു, മഹാനായ ലഹ്ഖാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസൗത്തുൽ മിസ്മാരി, ഈ കുഴലൂട്ടുകളുടെ ശബ്ദമാകുന്നു. ബഹ്റുൽ മുഹീത്ത് 6-ാം വാല്യം 72-ാമത്തെ പേജിൽ കാണാം. അതുപോലെ തന്നെ ഈ വഖ്തഫ്സിസ് മനിസ്തതാഅത ബിസൗതിക എന്നുള്ള മനിസ്തതാഅത മിൻഹും ബിസൗതിക എന്നുള്ളേടത്തുള്ള സൗത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താകുന്നു? ബിൽ ഗിനാഇ വൽ മസാമീരി വൽ ലഹ്വി വൽ ബാത്തിലി. അപ്പോ കളിയായുധങ്ങൾ, സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് ഇബ്ലീസ് ഒരുപാട് മനുഷ്യരെ വഴിപിഴപ്പിച്ച് കളയുമെന്നാണ് അവിടെ കാണാം. അതുപോലെ തന്നെ ഖുർത്തുബിയിൽ കാണാം. ഫിൽ ആയത്തി, എല്ലാം ശ്രദ്ധിക്കണം, ഈ ആയത്തിലുണ്ട് മായദുല്ലു, അറിയിക്കുന്ന ഒന്നുണ്ട്, അലത്തഹരീമിൽ മസാമീരി വല്ലഹുവി, ഈ കുഴലോട്ടുകൾ പോലോത്ത സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കല് ഹറാമാണ് എന്നതിന്റെ മേലിൽ അറിയിക്കുന്ന ദലീൽ ഈ ആയത്തിലുണ്ട്. ഒമാകാന മിൻ സൗത്തി ശൈത്താനി, ശൈത്താന്റെ സൗത്തിൽ നിന്നുള്ളതായ ശബ്ദത്തിൽ നിന്നുള്ളതായ ഒന്ന്, ഔ ഫിഇലിഹി, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തിയിൽ നിന്നുള്ളത്, വമായസ്തഹ്സിനുഹു, അവൻ നന്നായി തോന്നിക്കുന്ന കാര്യങ്ങള്, ഫവാജിബു തനസ്സുഹി അൻഹു, അതിനെ തൊട്ട് വിദൂരമാവൽ എന്താകുന്നു?
നിർബന്ധമാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഒരുപാട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ വസ്തഫ്രിദ് മനിസ്തതഅത മിൻഹും ബിസൗതിക, ആ ഇബ്ലീസിന്റെ സൗത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഇന്ന് നമ്മളെ പലരും കണ്ടുവരുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പഴയ കാലത്തുണ്ടായിരുന്ന സംഗീതോപകരണങ്ങളാണ്. ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് മനുഷ്യന്റെ മനസ്സിലെ ആത്മീയത, ആ നല്ല ചിന്ത ഒഴിവാക്കി തല്ലുകുടിയിലേക്കും അതുപോലെ തന്നെ വേണ്ടാവൃത്തിയിലേക്കും ഇബ്ലീസ് മനുഷ്യരെ നയിക്കുമെന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുന്നു. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്ത്, വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്കിത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ചിലവര് ഈ ആയത്ത് ഓതിയിട്ട് ചിലവർ ന്യായീകരിക്കുകയാണ്. അതായത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തുപയോഗിക്കാം? സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാം. ഗതക്കായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അത് ഹറാമാകുന്നത്. നല്ല വിഷയത്തിനും സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കാര്യം മനസ്സിലാക്കാത്ത പണ്ഡിത വീക്ഷണമാണെന്ന്. നമുക്ക് ചോദ്യോത്തര പരിപാടി ആയതുകൊണ്ട് എല്ലാ ഇബാദത്തുകളും വായിക്കാൻ സമയമില്ല. ഒരൊറ്റ പണ്ഡിതന്മാരും എന്തു പറഞ്ഞിട്ടില്ല? നല്ല വിഷയങ്ങൾക്ക് എന്തുപയോഗിക്കാം? സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാമെന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മേലിൽ ഇല്ലാത്തത് പറഞ്ഞ ജാഹിലാണ്, പരമവിദ്യയാണെന്നുള്ള ഇബാദത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അല്ലെ, നിങ്ങളൊക്കെ ആ വോയിസ് കേട്ടിട്ടുണ്ടാവും. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ എന്ന ആയത്തിന് ദുർവ്യാഖ്യാനം നടത്തിയത് പക്ഷേ പണ്ഡിതന്മാർ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്കറിയുമോ, ഇതൊന്നും നമ്മുടെ വകയായി ഒന്നും പറയുന്നതല്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങള് ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കല് ഹറാമാണ് എന്ന് പറഞ്ഞിടത്തെല്ലാം പണ്ഡിതന്മാർ ഫുഖഹാക്കളൊക്കെയും തെളിവ് പറഞ്ഞതെന്താ? ലിഖൗലിഹി തആല വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി. ഉദാഹരണത്തിന് വേണ്ടി ശാഫിഈ മദ്ഹബിലെ വലിയ ഗ്രന്ഥമായ അൽ ബയാൻ എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥം 10-ാം വാല്യം 295 നോക്കിയാൽ ഈ സംഗീതോപകരണങ്ങൾ ഹറാമാണ് എന്നതിനിക്ക് എന്തായിട്ട് കാണാം? ഈ ആയത്ത് തെളിവുദ്ധരിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ വലിയ നല്ലൊരു പ്രസിദ്ധമായ കിതാബാണ് കിതാബുൽ സവാജിർ, അഥവാ കബീറത്ത് വന്തോഷങ്ങളൊക്കെയും വിശദീകരിക്കുന്ന ഗ്രന്ഥം. അതിന്റെ 336-ാമത്തെ പേജ് 2-ാം വാല്യത്തിൽ ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ എന്ന ആയത്തും അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിലെ 64-ാമത്തെ ആയത്തുമാണ് ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കല് ഹറാമാണ് എന്നതിന് തെളിവ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം ന്യായീകരണങ്ങൾ ന്യായീകരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുന്നു, കിതാബുൽ സവാജിർ നിർബന്ധമായിട്ടും അതിന്റെ 336-ാമത്തെ പേജ് മുതൽ 349-ാമത്തെ പേജ് വരെ നോക്കിയാൽ പലവരും പല റിപ്പോർട്ടുകളും, ചില പണ്ഡിതന്മാർ അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയും പറഞ്ഞുള്ള പല കൗലുകളും അതെല്ലാം ബാത്തിലും മറുദൂരത്വമാണെന്നൊക്കെയും കിതാബുൽ സവാജിർ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും സമയത്ത് നമുക്ക് വേണ്ടതുപോലെ വിശദീകരിക്കാം. അപ്പൊ പണ്ഡിതന്മാരൊക്കെയും സംഗീതോപകരണങ്ങൾ പാടില്ല എന്നതിന് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്തും സൂറത്തുൽ ഇസ്രായിലെ 64-ാമത്തെ ആയത്തും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഒന്ന് പരിശോധിച്ചു നോക്കൂ. സൗത്താനി 2 ശബ്ദം, മൽഊനാനി
ശപിക്കപ്പെട്ടതാണ് ദുന്യാവില് വല്ലാഹിറത്തി ആഹിറത്തിലും. അതേതൊക്കെ? മിസ്മാറുൻ ഇന്ദ നിഅമത്തിൻ, അതായത് അനുഗ്രഹീത സമയത്ത് സന്തോഷമുള്ള സമയങ്ങളിലൊക്കെയും മിസ്മാർ ഉപയോഗിക്കുക. ഈ കുയൽ വീണകള് കൊയലൂട്ടിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക. അത് ദുന്യാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടതായ ശബ്ദമാകുന്നു. വവഞ്ഞത്തുൻ ഇൻദ മുസീബത്തിൻ, വിഷമങ്ങളെത്തുമ്പോ ദീനരോധനം, അതായത് പൊരുതികേട് കാണിച്ച് എന്തെങ്കിലൊക്കെയും വർത്തമാനങ്ങൾ പറയുക എന്നുള്ളത്. വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ആ ക്ഷമക്ക് പകരം എന്തിനാ റബ്ബേ ജിന്നത്തിങ്ങനെ ഇറങ്ങലാക്കിന്, എന്തിനാ നിന്നെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെയും ദീനരോധനം എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അത് ദുന്യാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടതാണ്. ഒരു മുസൽമാന്റെ വായയിൽ നിന്ന് വരാൻ പറ്റിയതല്ല എന്ന് ആകത്തുക. ഇനി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കാന യൗമുൽ ഖിയാമത്തി. അല്ലാഹു ശ്രദ്ധിക്കണം, ഇന്ന് നമുക്ക് ഈ മ്യൂസിക്കുള്ള പാട്ടുകൾ കേൾക്കാനുള്ളതൊരു വിഷയേ അല്ല, അല്ലെ? ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഇത് വിശദീകരിക്കുന്നത്. ഇതിന്റെ സാധാരണ ക്ലാസുകളെ പോലെ തന്നെ സാധാരണക്കാരൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതൊരു വിഷയമല്ല. ഒരു മ്യൂസിക്കിലെ പാട്ട്, സംഗീതോപകരണങ്ങളുള്ള പാട്ട് കേൾക്കുക എന്നുള്ളത് ഇനി പലവർക്കും ഒരു ആനന്ദമായി മാറിയിട്ടുണ്ട്. അതിന്റെ ഗൗരവം തിരിയാനായിരിക്കും നമ്മൾ പല മസാലകളും പറഞ്ഞ മാതിരി ഈ വിഷയത്തിന്റെ ഗൗരവങ്ങൾ തിരിയാത്തതിന്റെ പേരിലായിരിക്കാം ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഗാനങ്ങളൊക്കെയും കേട്ട് നമ്മൾ ആസ്വദിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കാന യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളായാൽ ഖാല അസ്സ വജല്ല, അല്ലാഹു തആല പറയും, ഐനല്ലദീന, ഒരു കൂട്ടക്കാരെവിടെ, കാനു അവരായിരുന്നു, യുനസ്സിഹൂന അസ്മാഅഹും, അവരുടെ കേൾവികളെ പരിശുദ്ധമാക്കുന്നവരായിരുന്നു, വഅബ്സാറഹും, അവരുടെ കാഴ്ചകളെയും, അൻ മസാമീരി ശയാത്തീനി, അൻ മസാമീരി ശൈത്താനി, ശൈത്താന്റേതായ മിസ്മാറുകളെ തൊട്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളെവിടെ ഈ സംഗീതോപകരണങ്ങളൊന്നും കാണാതെ കേൾക്കാതെ അത് ആസ്വദിക്കാതെ അവരുടെ കേൾവിയെയും കാഴ്ചയെയും സംരക്ഷിച്ച സൂക്ഷിച്ചു പോകുന്ന ഒരു വിഭാഗം ജനങ്ങളെവിടെ, മയ്യിസൂഹും, അവരെ നിങ്ങൾ വേർതിരിക്കൂ. അവരെ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ കാതുകളൊക്കെയും സംഗീതോപകരണങ്ങളെ കേൾക്കലിനെ തൊട്ട് പരിശുദ്ധമാക്കിയ ശുദ്ധീകരിച്ച വിഭാഗം ജനങ്ങളെ നിങ്ങൾ വേർതിരിക്കൂ എന്ന് പറയുമ്പോ, ഫയുമയ്യിസൂന ഫീ കസ്ബിൽ മിസ്കി വൽ അംബരി സുമ്മ യഖൂലു ലിമലായികതിഹി, അങ്ങനെ അവരെന്ത് ചെയ്യും, നല്ല സുഗന്ധത്തിലും നല്ല മിസ്കിലുമായി അവരെ വേർതിരിച്ച്, സുമ്മ യഖൂലു ലിമലായികതിഹി, പിന്നെ അല്ലാഹു തആല മലായികത്തിങ്ങളോട് പറയും, അസ്മിഊഹും, അവർക്ക് നിങ്ങൾ കേൾപ്പിക്കൂ, തസ്ബീഹി, എന്റെ തസ്ബീഹിനെ, വതംജീദി, എന്റെ തംജീദിനെയും കേൾപ്പിക്കൂ, ഫയസ്മഊന ബിഅസ്വാത്തിൻ ലം യസ്മഇ സാമിഊന മിസ്ലഹാ, ഇന്ന് വരെ കേൾക്കുന്നവർ കേൾക്കാത്ത നല്ല മാധുര്യമുള്ള ശബ്ദങ്ങള് ആ മുഅ്മിനീങ്ങൾ കേൾക്കുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാൻ പറയുന്നു, ഈ ഭൗതികമായ ലോകത്ത് സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകൾ കേട്ട് നമ്മൾ ആസ്വദിച്ചാൽ നാളെ ആഖിറത്തിൽ നമുക്ക് ഈ വലിയ പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. ഇനിയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണേ, വസമാഅൽ മആസിഫി, ഈ സംഗീതോപകരണങ്ങളുടെ കേൾവിയെയും നിങ്ങൾ എന്തു വേണം, നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹുമാ, നിശ്ചയമായിട്ടും അത് രണ്ടും, യുംബിത്താനി, അത് രണ്ടും മുളപ്പിക്കും, അന്നിഫാഖ, നിഫാഖിനെ, ഫിൽ ഖൽബി, ഹൃദയത്തില്, ഏതുപോലെ, കമാ യുംബിത്തുൽ മാഉ, വെള്ളം മുളപ്പിക്കുന്നത് പോലെ, അൽ ബക്കറ, പച്ചക്കറിയിൽ വെള്ളം കൊടുത്താൽ പച്ചക്കറി കൃഷിയില് വെള്ളം ഒഴിച്ചാൽ അത് മുളച്ചു വലുതാകുന്നത് പോലെ
ഈ സംഗീതോപകരണങ്ങളുടെ കേൾവി മനുഷ്യന്റെ കൽബിൽ നിഫാക്കിനെ ഉണ്ടാക്കി തീർക്കും. എവിടെ കാണാം? കഫ് പോലത്തെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് കാണാം. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ 10-15 അടയാളങ്ങൾ എന്ന കൂട്ടത്തിൽ റസൂലുള്ള എന്നീ വല്ലഹറത്തിൽ ഖൈനാത്ത് വൽ മആസിഫു അല്ലേ. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം, ബുഇസ്തു, എന്നെ പ്രവാചകനായി അയക്കപ്പെട്ടു, എന്നെ നിയോഗിക്കപ്പെട്ടു, ബിക്സിൽ മസാമീരി, മസാമീരിനെ പൊട്ടിക്കണം. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം, ബുഇസ്തു ബിഹദ്മിൽ മസാമീരി, ഇങ്ങനെ സംഗീതോപകരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ഇല്ലാതെയാക്കാനും അതിന്റെ കേൾവിയെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് ഹദീസുകൾ കാണാം. അവസാനമായി പറയട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തുംസഹു ഉമ്മത്തും മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽ നിന്ന് ഒരു സമൂഹത്തെ എന്ത് ചെയ്യും? എന്താണ്? മസ്ഖ് ചെയ്യപ്പെടും, ഓലം മഴിക്കപ്പെടും. ബിശ്റുബിഹിം, അവർ കുടിക്കൽ കാരണം, അൽ ഹംറ, മദ്യത്തെ, വളർബിഹിം അൽ കൂബത വൽ മആസിഫ, സംഗീതോപകരണങ്ങൾ അവർ ഉപയോഗിക്കൽ കാരണം എന്റെ സമൂഹത്തിൽ നിന്നൊരു സമൂഹത്തെ എന്ത് ചെയ്യും? കോലം മരിക്കപ്പെടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽ ബയാൻ, ഷാഫി മദ്ഹബിലെ അൽ ബയാൻ എന്ന് പറയുന്ന ഫിഖിന്റെ കിതാബില് അതിന്റെ 10ാം വാല്യം 295 പേജിൽ ഈ ഹദീസ് കാണാം. ഇനി മഹാനായ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്കൂ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനൊക്കെ ന്യായീകരിക്കുന്നവർ വരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹ്. ബുഖാരിന്റെ ഹദീസ് നോക്കിക്കോളി. ലയകൂനന്ന, നിശ്ചയമായിട്ടും ഉണ്ടാകും, ഫീ ഉമ്മത്തി, എന്റെ സമൂഹത്തിലുണ്ടാകും, അഖ്വാമുൻ, ഒരു വിഭാഗം ജനങ്ങള്, യസ്തഹില്ലൂന, അവർ അനുവദനീയമാക്കും, അൽ ഹിറ, വ്യഭിചാരത്തെ, വൽ ഹരീര, പട്ടുവസ്ത്രത്തെയും, വൽ ഹംറ, മദ്യത്തെയും, വൽ മആസിഫ, സംഗീതോപകരണങ്ങളെയും. അപ്പോ സംഗീതോപകരണങ്ങളെ ഹലാലാക്കുന്ന, വാദിച്ച് ന്യായീകരിച്ച് ഹലാലാക്കുന്ന ഒരു വിഭാഗം എന്റെ സമൂഹത്തിലുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാന്മാരാവുന്ന പണ്ഡിതന്മാരൊക്കെയും വളരെ വ്യക്തമായി പറയുന്നു. ഖാലൽ ജൗഹരി വഗൈറുഹു, ഇമാം ജൗഹരിയും അല്ലാത്തവരൊക്കെയും പറഞ്ഞു, അൽ മആസിഫു, ഈ ഹദീസിൽ പറഞ്ഞ മആസിഫ് എന്നാൽ ആലാത്തുൽ ലഹ്വി, ഈ കളി തമാശകൾക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ്, അഥവാ സംഗീതോപകരണങ്ങളാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു കഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇത് സംബന്ധമായ പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുന്ന കിതാബില് വളരെ വ്യക്തമായി പറയുന്നു, ഹാദാ വഹാദാ സരീഹുൻ ഫീ തഹരീമി ജമീഇ ആലാത്തിൽ ലഹ്വിൽ മുസ്രിബത്തി, എല്ലാവിധ സംഗീതോപകരണങ്ങളും ഹറാമാണെന്നതിൽ വളരെ വ്യക്തമായ തെളിവാണ് ഈ ഹദീസ്. ഇനിയും ഒരുപാട് ഹദീസുകൾ, നേരത്തെ ഞാൻ ഓതിയ ആയത്തുകളുടെ ഒരുപാട് തഫ്സീറുകൾ, ഈ തഫ്സീറുകളൊക്കെയും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ടൊരു നന്മയും ലഭിക്കില്ല. ഇനി പണ്ഡിതന്മാരുടെ ഇബാദത്തുകൾ വരാനുണ്ട്. ഈ സംഗീതോപകരണങ്ങളെ കൊണ്ട് ഒരു ഉപകാരവും അതുകൊണ്ട് കിട്ടുകയില്ല. മനുഷ്യന്റെ ആത്മീയത നഷ്ടപ്പെടുത്തി അവന്റെ കൽബില് നിഫാഖ് വന്ന് വേണ്ടാത്തരങ്ങളിലേക്ക് അവനെ എത്തിക്കുകയല്ലാതെ സംഗീതോപകരണങ്ങളെ കൊണ്ട് മറ്റൊരു നല്ല ഉപകാരവുമില്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന ചില അനുവദനീയമായ സന്ദർഭങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചോദ്യോത്തരത്തിൽ വരുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും വിശുദ്ധമായ ഖുർആൻ തഫ്സീറിന്റെ അടിസ്ഥാനത്തിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുകളിലെല്ലാം ഇതിനെ
പൊരുത്തുകയും ഒരിക്കലും അതുമായി ബന്ധപ്പെടരുത് എന്നുള്ള ഹദീസുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി ഒരു കാരണവശാലും ഒരു സംഗതി ചെയ്യരുത്. എന്ത് ചെയ്യരുത്? ഈ മ്യൂസിക്കുള്ള പാട്ടുകൾ മറ്റൊരാൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കരുത്. ഇവിടെ വെച്ചത് തീരുമാനിക്കണം. ആര് ന്യായീകരിച്ചാലും നമുക്ക് നല്ല രസമുള്ളൊരു പാട്ടായി തോന്നിയല്ലേ, നമുക്ക് കേട്ടപ്പോ നല്ല രസം തോന്നി. പക്ഷേ ഉപയോഗിക്കൽ നിഷിദ്ധമായ ഉപകരണങ്ങളോട് കൂടെയുള്ള പാട്ടാണെന്ന് വെക്കുക. അത് നമ്മൾ യാദൃശികമായി ആരോ നമുക്ക് അയച്ചു തന്നു, നമ്മളത് കേട്ടു. അല്ല, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആനന്ദിപ്പിക്കുന്ന ഗാനമാണെന്നറിഞ്ഞാൽ ഉടനെ അത് ഓഫാക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കാനുള്ള ഒരു മനസ്സും വേണമെന്നും സാന്ദർഭികമായി ഉണർത്തി അടുത്ത ചോദ്യത്തിന് മൈക്കഫില്ല.